എത്ര നേരം വേണേലും ഇവിടെ ഇരിക്കാം. ആക്ച്വലി നല്ല സ്പൈസിയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് അവർ വെയിൽസ് ട്രിപ്പ്. ഞങ്ങളപ്പം ഹോട്ടലിൽ നിന്ന് ചെക്ക് ചെയ്തു. ഇനി ഞങ്ങൾ ഫെയറി ഗ്ലെൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ആൻഡ് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫെയറി ഗ്ലെന്നിലെ കാർ പാർക്കിലെത്തി. ഇനി നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഇന്നലത്തെയും മെഞ്ഞാന്നത്തെയും കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അത്യാവശ്യം തണുപ്പുണ്ട്. ഇനി ഈ സമയത്ത് ഇന്നലെ പുറത്തിറങ്ങാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് അത്യാവശ്യം തണുപ്പുണ്ട്. ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് ബ്രൗൺ കളറുള്ള ചെമ്മരിയാട്. ഇവിടെ സൈൻ ബോർഡ് ഉണ്ട്. റിവർ സൈഡ് പോക്ക്. കിളികളുടെ സൗണ്ട്, പുഴ ഒഴുകുന്നതിൻ്റെ സൗണ്ട് എല്ലാം നല്ല രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഒരു കോട്ടേജ് പോലെ 2 ബിൽഡിങ്സ് ഉണ്ട്. പഴയതാന്ന് തോന്നുന്നു. Wow, നോക്ക്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ആ റിവർ സൈഡ് വാക്കിലൂടെ തിരിച്ചു പോവാം. നമ്മൾ ഇങ്ങനെയുള്ളൊരു വഴിയിൽ കൂടെയാണ് ഇപ്പോൾ നടന്ന് താഴോട്ടേക്ക് പോകണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാറയിലിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ വ്യൂ കാണാൻ നല്ല രസമുണ്ട്. എത്ര നേരം വേണേലും ഇവിടെ ഇരിക്കാം. അപ്പം നമ്മളിവിടെ കുറേ നേരം ഇരുന്ന് അതൊക്കെ കണ്ടു. ഇനി തിരിച്ചു പോവാണ്. ഇപ്പം അത്യാവശ്യം വെയിലായി തുടങ്ങി. ഇവിടെ ചെറുതായിട്ട് ചൂടെടുക്കുന്നുണ്ട്. അതെ, താറാവ് ദാണി.
പുഴയുടെ സൗണ്ടൊക്കെ കേട്ട് ഇതിലൂടെ നടക്കാൻ നല്ല രസമുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ വന്നിട്ടുള്ളത് സിപ്പ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോറസ്റ്റ് അഡ്വഞ്ചേഴ്സ് ഉള്ള ഒരു സ്ഥലത്താണ്. നമുക്ക് ആദ്യം ഇവിടെ പോയി നോക്കാം സ്ലോട്ട്സ് അവൈലബിൾ ആണോ എന്ന്. ഞങ്ങൾ വിചാരിക്കുന്നത് മറ്റേ ഫോറസ്റ്റ് കോസ്റ്റർ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ലോട്ട്സ് അവൈലബിൾ ആണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് കോസ്റ്റർ എന്ന് പറഞ്ഞ റൈഡിലൊക്കെ കയറി. അതൊക്കെ കഴിഞ്ഞു. അടിപൊളി റൈഡായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് മാക്സിമം 3 റൗണ്ട് വരെ പോവാം. ഞങ്ങൾ 2 റൗണ്ട് പോയി. ഫസ്റ്റ് ടൈം പോയപ്പം എനിക്ക് സ്പീഡ് കുറച്ച് പേടിയായിരുന്നു. ഞങ്ങൾ സ്ലോ ആയിട്ടാണ് പോയത്. ഞങ്ങളൊരു 3 മിനിറ്റോളം എടുത്തു. രണ്ടാമത്തെ ടൈം ഞങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റായി പോയി. അപ്പോൾ 2 മിനിറ്റ് എടുത്തുള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ സിപ്പ് വേൾഡ് റെക്കമെൻഡ് ചെയ്യും. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ഞങ്ങളെടുത്തത് ഫോറസ്റ്റ് കോസ്റ്ററാണ്. അതേപോലെ തന്നെ എന്താ പറയുക, സിപ്പ് പോകുന്നതുണ്ട്. പിന്നെ ട്രീ ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. പിന്നെ വലിയ ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ ബജ്ജി ജമ്പ് പോലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു അടിപൊളി അഡ്വഞ്ചറസ് സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പോർട്ട് മെറിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു ഇറ്റാലിയൻ സ്റ്റൈൽ ഒരു ടൗണാണ്. ഇവിടെ കയറാൻ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പം ഞങ്ങളത് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതോ ഒരു TV പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു പ്ലേസിലാണ് അത് ഷൂട്ട് ചെയ്തത്. ആ TV പ്രോഗ്രാം ഷൂട്ട് ചെയ്തതെന്ന് എൻ്റെ മാനേജർ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കണം അത് എന്താണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ്. This is pretty. Perfect. നമ്മളിപ്പോൾ പോർട്ട് മെറിയോൺ ഒരു ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിരിപ്പുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്.
നമ്മൾ അവിടെ ആയിരുന്നു പോയിണ്ടായിരുന്നേ. നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും പോർട്ട് മെറിയോണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോർട്ട് മെറിയോണിന് നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് ഈറ്റിംഗ് ഗൊറില്ല എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കണം ഇനി. ഇതിനിടയിൽ ഞങ്ങൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്നൊരു 5 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരത്തിലാണ് ഈ റെസ്റ്റോറൻറ്റുള്ളത്. അപ്പോൾ ഞങ്ങൾ നടന്നാണ് വന്നത്. ഇനി രാത്രിയിലേക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ടേക്ക് അവേ എടുത്ത് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് കോളിഫ്ലവർ വിങ്സ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പൈസി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നല്ല സ്പൈസിയാണ്. ഞാൻ ഓർത്തില്ല ഇത്രയും സ്പൈസി ആയിരിക്കും. പക്ഷേ ഇറ്റ്സ് ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഹണി ഫുഡ്? ഫുഡ് നമ്മൾ ഉദ്ദേശിച്ച പോലല്ല. അതൊരു വീഗൻ റെസ്റ്റോറൻ്റ് ആണെന്ന് അറിയാതെ കയറിയത്. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു. ഓർഡർ ചെയ്ത എന്താ പറയുന്നത് കോളിഫ്ലവർ വിങ്സ്. കോളിഫ്ലവർ വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ചില്ലി ഗോബി അല്ല, ചില്ലി ഗോബി അല്ല, ഗോബി മഞ്ചൂരിയനാണ് അത്, ഡ്രൈ ആയിട്ടുള്ളത്. പക്ഷെ കുറച്ചുകൂടെ നല്ല സ്പൈസിയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല സ്പൈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നാട്ടിൽ അതൊരു ഫീൽ കിട്ടും. ഇതൊരു നല്ലതായിരുന്നു. അതുപോലെ ഞാൻ ഓർഡർ ചെയ്തത് എന്തായിരുന്നു, ലസാനിയ. അത് മീറ്റിന് പകരം ബ്ലാക്ക് ബീൻസ് വെച്ചിട്ടുള്ള പ്രോട്ടീൻ ആയിരുന്നു. നല്ലതായിരുന്നു. ഞാൻ പക്ഷെ അധികം ചീസ് കഴിച്ചില്ല അതിനകത്തൊന്നും. അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ കഫേയുടെ ഒരു ആംബിയൻസ് അടിപൊളിയായിരുന്നു. സെറ്റിംഗ്സ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. നാട്ടിൽ അങ്ങനെയൊക്കെ ഒന്ന് തുടങ്ങിയാൽ കൊള്ളാന്നൊക്കെയുള്ള ആഗ്രഹം. അപ്പം ഇനി ഞങ്ങൾ ഇതിൽ ഈ ടൗണിൽ കൂടെയൊക്കെ ഒന്ന് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകും. നല്ലൊരു എന്താ പറയുക, കാലാവസ്ഥയും നല്ലതാണ്. നല്ലൊരു ഈവനിങ് അല്ലേ അണി? കൊള്ളാം, ഇഷ്ടമായി. വെയിൽസിലെ വൈബ് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഈ ടൗണിലൂടെ കുറേ നേരമൊക്കെ നടന്നു. തിരിച്ച് റൂമിൽ വന്നു. ചെറിയൊരു നാപ്പ് എടുത്തു. ആൻഡ് ദെൻ ഫ്രഷായി ഡിന്നർ കഴിച്ചു. ഇനി ഉറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.